ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫൈസി ജോത വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പട്ടാമ്പിയല്ല, സോറി, പെരിന്തൽമണ്ണ എത്തുകയാണ്. അപ്പോൾ ഇതിൽ വോയിസ് പറയുന്നത് തന്നെയാണ്, ഒന്നും പറയണ്ട. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പിക്കാർഡോ അങ്ങനെ എന്തോ ഒരു അവിടെ നിന്നിട്ട് ഷൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ പോകുന്നവിടെ തന്നെയാണ്. അപ്പോൾ ഉള്ളിൽ കയറി ഇതാണ് കേട്ടോ കട. നല്ല ഷൂസും ഒക്കെ ഉണ്ട്, നല്ല കട തന്നെയാണ്. സൂപ്പർ ഷൂസൊക്കെ ഉണ്ട്. ഇത് പെരിന്തൽമണ്ണയാണ്. എല്ലാതൊക്കെ ലൊക്കേഷൻ അയച്ചു തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കാം. കാരണം എനിക്ക് കുറേ എണ്ണം ലൊക്കേഷൻ അയക്കാണ്ട്. ഞാൻ അവിടെ മിററിൻ്റെ അവിടെ നിൽക്കുകയാണ്. അവിടെ ചെറിയ കുട്ടി. അപ്പോൾ ഇവിടെ ചെരുപ്പും ഇതൊക്കെ ഉണ്ട്. കയ്യിൽ ഫോണാണ് ക്യാമറ ആയിട്ട്, അതുകൊണ്ട് ഒന്നും ക്ലിയറായി കിട്ടിയില്ല. പക്ഷെ അവിടെ ഷൂസും ചെരുപ്പും നോക്കുകയാണ്. ജോതയ്ക്കും അമ്മയ്ക്കും ഒരു ഷൂസ് എടുക്കാണ്ട്. ജോതയുടെ ഫാഷൻ ഷോ ആണ് നെക്സ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങി ചെരുപ്പെടുത്തു തോന്നുന്നു. ചെരുപ്പെടുത്തു, ഷൂസും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ആപ്പിൾ ഫോണിൻ്റെ പോലൊരു പെർഫ്യൂം ഉണ്ട് അവിടെ. ഇപ്പോൾ വരും, ഞാൻ കുറച്ചിറങ്ങിയിട്ട് കാണിക്കാം. ആപ്പിൾ ഫോണിൻ്റെ ഒരു പെർഫ്യൂം, ഷൂസിൻ്റെ. എൻ്റെ ഷോ സൂപ്പറല്ലേ? എത്ര ഷൂസ് ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ കേട്ടോ. ഒന്നും ക്ലിയറായി കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ്. പെരിന്തൽമണ്ണ പോകുന്നു, അങ്ങനെ കുറച്ച്. ഇനി നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഷൂസ് വീണ്ടും തെരഞ്ഞു. ജോത പോണു. ചെരുപ്പും ഇതൊക്കെ കാണിക്കുന്നു. ജോത അവിടെ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആപ്പിളിൻ്റെ പെർഫ്യൂം. നല്ല സെല്ല് കാണാൻ പൊളിയല്ലേ? ഇതാണ് ആപ്പിളിൻ്റെ പെർഫ്യൂം. ബ്ലൂ ഉണ്ട്, യെല്ലോയും ഉണ്ട്. അതുകഴിഞ്ഞാൽ ക്യാപ്സ് ഉണ്ട്, ബാഗ് ഉണ്ട്, ഷൂസ്. അത് കഴിഞ്ഞാൽ അവിടെ ആപ്പിളിൻ്റെ അതുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പെരിന്തൽമണ്ണ തന്നെയാണ് കേട്ടോ, പെരിന്തൽമണ്ണ പിക്കാർഡോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ മെമ്മറൈസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ ഹെയർ ട്രാൻസ്പിറേഷൻ അങ്ങനെ എന്തോ അതുണ്ട്. അത് ചെയ്യാൻ അച്ഛൻ മേലെ പോവും. ആ സമയം കൊണ്ട് ഞങ്ങൾ മെമ്മറൈസ് കയറിയിട്ട് കുറച്ച് ഐസും കഴിക്കും. അപ്പോൾ ഐസ് നിറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. 5-6 ഐസൊക്കെ ഞാൻ എടുത്തു. അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഐസ് കഴിക്കുന്നത്. കുറച്ച് ഐസ് 1-2 കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ മെമ്മറൈസും പെരിന്തൽമണ്ണ ഉള്ളത് തന്നെയാണ്. മെമ്മറൈസിൽ ഏറ്റവും ഇഷ്ടം മറ്റേ ഐസോളാണ്. മറ്റേ ഐസ്ക്രീംസ് ഇല്ലേ, അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ ഈ ഐസ്, അത് മെമ്മറൈസത്തെ ഒരു സ്പെഷ്യൽ എന്തോ ഉണ്ട്. സ്ക്വാഷ് തന്നെയാണ്, പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് എടുത്ത ഓറഞ്ചാണ്, ഓറഞ്ചിൻ്റെ ഐസ്. പൊട്ടിക്കാണ് ഞാൻ. പൊട്ടിച്ചു, കടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തത്തെ റിയാക്ഷൻ കണ്ടല്ലോ എൻ്റെ. നെക്സ്റ്റ് ജോത ചോക്കോ ചിപ്സ് ആണ് എടുത്തത്. ജോത ചോക്കോ ചിപ്സ്, ജോത അത് പറയുന്നുണ്ട്, പക്ഷേ കേട്ടിട്ടില്ല ആരും. ചോക്കോ ചിപ്സ് കടിച്ചപ്പോൾ പൊട്ടി, പക്ഷെ പല്ല് ഉണ്ടായിരുന്നില്ല. കണ്ടല്ലോ അന്നത്തെ ഒരു പല്ല് പറിക്കണ വീഡിയോ. അപ്പം ഞാൻ പിന്നെ ഈ വെൽവെറ്റ് ട്രഫിളാണ് എടുത്തത്. ഇവർ പരസ്യം കൊടുക്കുന്നുണ്ട് ഓരോതും. ഇപ്പോൾ ലെമണൈഡാണ് മെയിൻ, പക്ഷെ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ചോക്കോബാറിൻ്റെ ചോക്കോബാറിൻ്റെ കോട്ടിങ് ഇല്ലേ, അത് ഫുള്ളാക്കിയിട്ടും പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഇതൊക്കെ ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെയാണ് നമ്മുടെ അവതാരം ജസ്റ്റ് ലോഫ് നല്ലൊരു കമ്പനിയാണ്. ബീഫ് സ്റ്റേക്കിൻ്റെയും ബർഗറിൻ്റെ ഒക്കെയും. ഞങ്ങൾ 3 ബർഗറും 2 തരം ബീഫ് സ്റ്റേക്കും അങ്ങനെ അത് കഴിച്ചു. അതാണ് ഓർഡർ ചെയ്തത്. പക്ഷേ
ഞങ്ങൾ 3 ബർഗർ ആണ് ഫസ്റ്റ് കിട്ടിയത്. അത് ഞങ്ങൾ കഴിച്ചപ്പോഴേക്കും ഞങ്ങളുടെ വയറ് നിറഞ്ഞു. അത്രയും അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പം നമ്മൾ ഓർഡർ കൊടുക്കണമെങ്കിൽ അവിടെ ഒരു QR കോഡിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. എന്താ ബർഗർ എത്തി. 3 ടൈപ്പ് ഓഫ് ബർഗറാണ്. ഏതാണെന്നൊന്നും ഓർമ്മയില്ല, കാരണം ആ ഫോണിലുള്ളത് ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ 2 കടിയൊക്കെ കടിച്ചു. ജോത തഞ്ഞി കഴിക്കാൻ പോവാണ്. വായ കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കണം എങ്ങനെ കഴിക്കണ്ട്. അവൾ അങ്ങനെ എങ്ങനെയൊക്കെ പിടിച്ച് ബണ്ണൊക്കെ നിലത്ത് വീണാണ്. അവൾ വേറൊരു ബർഗർ എടുത്തു മാറ്റി. കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ കടിച്ചു. മറ്റേതിൽ ലെറ്റ്യൂസ് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇതിൽ ഇല്ല. അതുകൊണ്ട് അവൾക്ക് കുറച്ച് ഈസിയായി കഴിക്കാൻ പറ്റി. ടേസ്റ്റ് ഉണ്ടോ? പല്ലില്ലാത്ത ജോത കാണിക്കുകയാണ് ജോതയുടെ പല്ലുകൾ. എൻ്റെ വായൊന്നും കുറച്ച് വീണു. എൻ്റെ മുഖത്ത് ഫുള്ള് മയണൈസാക്കി. മയണൈസ് ആക്കിയതല്ല, മയണൈസായി, സോറി. അപ്പോൾ ഞാൻ കഴിച്ചു. എൻ്റെ മുഖത്ത് മറിച്ച് മയണൈസായി ഞാൻ കാണിച്ചു. ഇതിൻ്റെ ഉള്ളിൽ മഷ്റൂമും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ചീസ് ഉണ്ടായിരുന്നു, മയണൈസും ഉണ്ടായിരുന്നു. ഞാൻ ജോത കടിച്ചതിൻ്റെ ബാക്കി കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡ് കഴിച്ചു. കാരണം അങ്ങനെയല്ല കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 3 ബർഗറും ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് സ്റ്റേക്ക് വന്നു. ഒരു മീഡിയം കഴിച്ചു, മീഡിയം റെയറും എടുത്തു. മീഡിയം റെയർ സത്യം പറഞ്ഞാൽ ചെറിയൊരു റെഡ് ഉണ്ടാവും, പച്ചയിട്ട്, അങ്ങനെയാണ് മീഡിയം റെയർ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനത് കഴിക്കുകയാണ്. ഞാൻ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടോ. എൻ്റെ റിയാക്ഷൻ സൂപ്പറായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ വേറൊരു ബീഫ് സ്റ്റേക്സ് എടുത്തു. സോറി, അന്ന് മീഡിയം റെയർ കഴിച്ചിട്ടില്ല. മീഡിയം റെയർ അല്ല, മീഡിയം, ഒരു മീഡിയം വെൽ കുക്ക്ഡും. അതെ, ഒരു മീഡിയം ഒരു വെൽ കുക്ക്ഡ്. അപ്പോൾ ജോത കഴിക്കണം. ജോയ്ക്ക് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ട് ജോത ഇങ്ങനെയൊക്കെ കഴിക്കണം. റിയാക്ഷൻ ഓക്കെ, ജോത നന്നായിട്ടുണ്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് അമ്മ കഴിച്ചു നോക്കി. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞു. ഞാൻ ഇനി കാണിക്കാൻ എങ്ങനെയാണ് ബീഫ് സ്റ്റേക്ക് മുറിച്ചിട്ട് ശരിക്കും പോലെ കഴിക്കുക. ഫസ്റ്റ് ഫോർക്കും കൊണ്ട് അത് കുത്തണം. അത് കഴിഞ്ഞാൽ നൈഫും കൊണ്ട് മുറിച്ചിട്ട് അങ്ങനെ വെക്കണം. ഇതാ ഞാൻ കാണിക്കുന്നുണ്ട്. ക്ലിയറായി കാണില്ല. അതാ കണ്ടോളൂ. ഓക്കെ, അങ്ങനെയാണ് കഴിക്കുക. നല്ല ജ്യൂസി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും പുറം രാജ്യത്ത് മറ്റേ എക്സാമ്പിൾ ബൂം പാങ്, അവർ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. നന്നായി. വീഡിയോ അപ്പോഴേക്കും കഴിഞ്ഞു ഗൈസ്. എനിക്ക് വോയിസ് ഒന്നും നല്ലപോലെ പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.